പ്ലേബാക്ക് ഇഷ്യൂസോ ലാഗോ ഇല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുക. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണിത്. ബട്ട് പലപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ലാഗ് വരാറുണ്ട്. മേ ബി ഹൈ ലോഡ് എഫക്ട്സ് ആൻഡ് വീഡിയോസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം, ഓർ ലോ സ്പെക് PC യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പ്ലേബാക്ക് സ്ലോ ആൻഡ് ചോപ്പി ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫുൾ മൂഡ് പോവും, ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എങ്ങനെയാലും എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒറ്റ തോട്ട് മാത്രമേ കാണത്തുള്ളൂ. ബട്ട് ഇനി ലാഗിനെ കുറിച്ച് ഓർക്കണ്ട. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സ്മൂത്ത് ആയിട്ട് പ്ലേബാക്ക് കിട്ടാനുള്ള 12 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മേ ബി 100% സ്മൂത്ത് ആയിട്ടുള്ള പ്ലേബാക്ക് കിട്ടും. ആൻഡ് ഈ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഐ എം 99.9% ഷുവർ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സ്മൂത്ത് ആൻഡ് ലാഗ് ഫ്രീ ആയിട്ടുള്ള പ്ലേബാക്ക് കിട്ടും. ആൻഡ് അത് നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. ഓക്കെ, എങ്കിൽ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ജനറൽ സെറ്റിംഗ്സിൽ വീഡിയോ റെൻഡറിങ് ആൻഡ് പ്ലേബാക്കിൽ റെൻഡറർ നിങ്ങൾ GPU ആക്സലറേഷൻ സെലക്ട് ചെയ്യുക. സോ ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡോടെ യൂസ് ചെയ്ത് പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും. സോ ബെറ്റർ പെർഫോമൻസ് കിട്ടും. ചിലപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ റീസൺ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് പ്രീമിയർ പ്രോ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ഏത് ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ സെർച്ചിൽ ഡിവൈസ് മാനേജർ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് കാണാം. ആൻഡ് പ്രീമിയർ പ്രോ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് പ്രീമിയർ പ്രോ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഇയറിലാണോ വേണ്ടത് ആ ഇയറോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം helpx.adobe.com എന്ന് കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് കാണും. ഞാൻ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ പ്രീമിയർ പ്രോ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡിൻ്റെ ലിസ്റ്റ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പുതിയ സിസ്റ്റം മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ള സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പ്രീമിയർ പ്രോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസിൻ്റെ എല്ലാം ക്യാഷ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്ത പ്രോജക്റ്റിൻ്റെയും ക്യാഷ് ഫയൽസ് പ്രീമിയർ പ്രോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ മീഡിയ ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് മെമ്മറി ഫ്രീ അപ്പ് ചെയ്യാനും എഡിറ്റിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനും കഴിയും. സോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഡിറ്റ്, പ്രിഫറൻസസ്, മീഡിയ ക്യാഷ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മീഡിയ ക്യാഷ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഡിലീറ്റ് അൺയൂസ്ഡ് മീഡിയ ക്യാഷ് ഇനേബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡിലീറ്റ് ഓൾ മീഡിയ ക്യാഷ് ഫ്രം ദി സിസ്റ്റം ഫയൽസും കൊടുത്തിട്ടുണ്ട്. അത് ഡിസേബിൾ ആയി കിടക്കുവാണ്. അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ മീഡിയ ക്യാഷ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ഓപ്ഷൻ ഇനേബിൾ ആയിരിക്കും. ഞാനിവിടെ തൽക്കാലം ഡിലീറ്റ് അൺവാണ്ടഡ് മീഡിയ ക്യാഷ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. സോ കുറച്ച് ടൈം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് എപ്പോഴും മാനുവലായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ ടൈം ലിമിറ്റ് കൊടുക്കാം. സോ 20 days ഞാൻ കൊടുത്തിട്ടുണ്ട്. 20 ദിവസത്തിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ ക്യാഷ് ഫയലും ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ ഡിലീറ്റ് ചെയ്തോളും ഇത് ഇനേബിൾ ചെയ്താൽ. രണ്ടാമത് നമുക്കിവിടെ സൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 10 GB ആണ് കൊടുത്തിട്ടുള്ളത്. സോ 10 GB മുകളിലോട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ ഡിലീറ്റ് ചെയ്തോളും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇതിൽ ഇനേബിൾ ചെയ്യാം. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡു നോട്ട് ഡിലീറ്റ് ക്യാഷ് ഫയൽസ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കൊടുക്കാം. എഡിറ്റിംഗ് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് മാക്സിമം റാം പ്രീമിയർ പ്രോയിന് റിസർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് എഡിറ്റ്, പ്രിഫറൻസസ്, മെമ്മറി സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് റാം റിസർവ്ഡ് ഫോർ അതർ ആപ്ലിക്കേഷൻസ് മാക്സിമം കുറച്ച് വെക്കാം. സോ അങ്ങനെ നമുക്ക് മാക്സിമം റാം പ്രീമിയറിന് കൊടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് റാം തീരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് റെൻഡറിങ് ഫോർ പെർഫോമൻസ് മാറ്റി മെമ്മറി കൊടുക്കാം. ബട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിലും പെർഫോമൻസ് സ്ലോ ആവും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പെർഫോമൻസ് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് റെൻഡർ ചെയ്യുമ്പോൾ ലോ മെമ്മറി വാണിംഗ് വല്ലതും കാണിക്കുവാണെങ്കിൽ ഒപ്റ്റിമൈസ് റെൻഡറിങ് ഫോർ മെമ്മറി തന്നെ സെലക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ SSD ഉണ്ടെങ്കിൽ SSDയിൽ തന്നെ പ്രൊജക്റ്റ് ഫയൽസും സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുക. SSDs ആർ മച്ച് ഫാസ്റ്റർ ദാൻ ഹാർഡ് ഡിസ്ക്. അതുകൊണ്ട് ഫാസ്റ്ററായിട്ട് SSDയിൽ ഡാറ്റ എടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ് ഫാസ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസും കിട്ടും. സോ ഇനി നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ SSDയിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ എഫക്ട്സ് മ്യൂട്ട് ബട്ടൺ ആണ്. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ എഫക്ട്സും മ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒത്തിരി എഫക്ട്സ് ആഡ് ചെയ്യും. സോ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഞാൻ നോയ്സ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ലുമിട്രി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ VR ഗ്ലോ എഫക്റ്റോട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറേ എഫക്ട്സുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ പ്ലേബാക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. എനിക്ക് പ്രശ്നമില്ല. ബട്ട് ഒത്തിരി എഫക്ട്സ് ആഡ് ചെയ്യുമ്പോഴത്തേനും സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് ഈ വീഡിയോ പ്ലേബാക്ക് ഇഷ്യൂസ് ഇല്ലാതെ പ്ലേ ചെയ്യണം. ബട്ട് എഫക്ട്സ് കാണണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ലൈക്ക് എനിക്ക് ഓഡിയോ കേൾക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ അങ്ങനെ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഈ എഫക്ട്സ് എല്ലാം മ്യൂട്ട് ചെയ്തിടാം. അതിനുവേണ്ടി ഇവിടെ ഗ്ലോബൽ എഫക്ട്സ് മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്താൽ മതി. സോ നമ്മുടെ എഫക്ട്സ് എല്ലാം ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഒരു ലാഗ് ഇഷ്യൂസും ഇല്ലാതെ പ്ലേ ചെയ്യാം.
നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് ഗ്ലോബൽ എഫക്ട്സ് മ്യൂട്ട് ബട്ടൺ കാണത്തില്ല. സോ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബട്ടൺ എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഫക്ട്സ് മ്യൂട്ട് ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഈ പാനലിൽ കൊണ്ടിടാം. ഓക്കെ, പ്ലേബാക്ക് റെസൊല്യൂഷൻ ഡിക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലാഗ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇത് 90% ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും. നമ്മൾ പ്രോഗ്രാം വിൻഡോയുടെ റൈറ്റ് ബോട്ടം സൈഡിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുൾ റെസൊല്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഫുൾ റെസൊല്യൂഷനിൽ പ്രീമിയർ പ്രോ നമുക്ക് പ്രിവ്യൂ തരും. 1/2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാഫ് റെസൊല്യൂഷനിലായിരിക്കും പ്രിവ്യൂ തരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ക്വാർട്ടർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ക്വാർട്ടർ കൊടുക്കുകയാണെങ്കിൽ ലോ ക്വാളിറ്റിയിലായിരിക്കും അത്രയും ലോ ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് പ്രിവ്യൂ തരുന്നത്. സോ ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി ഉറപ്പായിട്ടും കുറയും. ബട്ട് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ലാഗ് ഇല്ലാതെ പ്ലേ ബാക്ക് കിട്ടും. ആൻഡ് വൺ മോർ തിങ്, ഇതൊരിക്കലും നമ്മുടെ ഫൈനൽ എക്സ്പോർട്ട് സെറ്റിംഗ്സിനെ ബാധിക്കത്തില്ല. ജസ്റ്റ് പ്രീവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ റെസൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ ഫുൾ റെസൊല്യൂഷനിലാണ് വീഡിയോ പ്ലേ ചെയ്യുന്നതെങ്കിൽ പോലും ചില സമയത്ത് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കുറയും, വീഡിയോ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അതിന് നമ്മൾ ചില എഫക്ട്സുകൾ ലിമിറ്ററി കളർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവിടെ പ്രോഗ്രാം വിൻഡോയിൽ റൈറ്റ് ബോട്ടം സൈഡിൽ ഒരു സെറ്റിംഗ്സ് ഐക്കൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി പ്ലേ ബാക്ക് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഹൈ ക്വാളിറ്റി പ്ലേ ബാക്ക് ഓൺ ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ പ്രിവ്യൂ കിട്ടും. ബട്ട് വീഡിയോ കുറച്ച് സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഹൈ ക്വാളിറ്റി പ്ലേ ബാക്ക് ഓൺ ആക്കി ഇടുക, അല്ലാത്ത സമയത്ത് ഓഫ് ആക്കി ഇടുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ പണ്ട് പഴയ പീസിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കുറേ നേരം നമ്മൾ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ആകുന്ന സമയങ്ങളിൽ പ്രീമിയർ പ്രോ സ്ലോ ആവാറുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരുവാണെങ്കിൽ ജസ്റ്റ് പി സി ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുമോ അല്ലെങ്കിൽ കൂളാകാൻ വെയിറ്റ് ചെയ്യുമോ ഒക്കെ ചെയ്യുക. പഴയ പി സിയിലാണ് ഇതുപോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നത്. സോ ഓവർ ഹീറ്റ് ആകുന്ന സമയങ്ങളിൽ മാക്സിമം എഡിറ്റ് ചെയ്യാതിരിക്കുക. സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് കിട്ടാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് പ്രീ റെൻഡറിങ്. എനിക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് പ്രീ റെൻഡർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം പ്രീ റെൻഡർ ചെയ്യാം. ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം പ്രീ റെൻഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഐ ഉപയോഗിച്ച് ഇൻ പോയിൻറ്റ് സെറ്റ് ചെയ്തു ആൻഡ് ഔട്ട് ഉപയോഗിച്ച് ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്തു. സോ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ എനിക്ക് പ്രീ റെൻഡർ ചെയ്യണം. അതിനുവേണ്ടി സീക്വൻസ് റെൻഡർ ഇൻ ടു ഔട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ റെൻഡർ ആണെന്ന് കാണാം. കുറച്ച് ടൈം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് ഇതിനെക്കുറിച്ച് മാത്രം ഒരു ഇൻഡെപ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. സോ നമ്മുടെ വീഡിയോ ഇവിടെ റെൻഡർ ആയിട്ടുണ്ട് ആൻഡ് ഇവിടെ ഗ്രീൻ കളർ ആയിരിക്കുന്നതാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലാഗും ഇല്ലാതെ വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഹൈ റെസൊല്യൂഷനിൽ തന്നെ പ്ലേ ചെയ്യാം. ബട്ട് സം ടൈംസ് ഹൈ റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യുമ്പോൾ സ്ലോ ആവാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. സോ എന്താണ് ഡൈനാമിക് ലിങ്ക് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡൈനാമിക് ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് അഡോബിൻ്റെ സോഫ്റ്റ്വെയർസ് തമ്മിൽ ലിങ്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഫ്റ്റർ എഫക്ട്സിലും എനിക്ക് എഡിറ്റ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് ആഫ്റ്റർ എഫക്ട്സിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേ സമയം ഒരേ ക്ലിപ്പ് പ്രീമിയറിലും ആഫ്റ്റർ എഫക്ട്സിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ആൻഡ് ഡൈനാമിക് ലിങ്കിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനാമിക് ലിങ്ക് ചെയ്തൊരു ക്ലിപ്പാണ്. അതായത് ഞാൻ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്ത ക്ലിപ്പാണ്. ഞാൻ ചെറിയൊരു എഫക്ട്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് സ്ലോ ആയിരിക്കും. എനിക്ക് വലിയ കുഴപ്പമില്ല. ബട്ട് സംടൈംസ് നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഇത് സ്ലോ ആയിരിക്കും. മെയിനായിട്ട് ലോ എൻഡ് പീസിലാണ് കാണാറുള്ളത്. പക്ഷേ നമുക്കിവിടെ ഒരു ഫിക്സ് ഉണ്ട്. ഈ ഡൈനാമിക് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്ലിപ്പ് നമ്മൾ നോർമൽ ക്ലിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ലാഗും ഇല്ലാതെ പ്ലേ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് റെൻഡർ ആൻഡ് റീപ്ലേസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർമാറ്റ് നമുക്ക് ക്വിക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് പ്രീസെറ്റ് ആപ്പിൾ പ്രോറസ് 422 HQ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും ട്രാൻസ്കോഡ് ചെയ്യാൻ വേണ്ടി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ലാഗും ഇല്ലാതെ പ്ലേ ചെയ്യാം, ബിക്കോസ് ഇതൊരു നോർമൽ ക്ലിപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ഒറിജിനൽ പ്രസ് ചെയ്യാൻ നോക്കിയാൽ ഡിസേബിൾ ആയിരിക്കും. സോ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് റീസ്റ്റോർ അൺറെൻഡേർഡ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് നമുക്ക് ഡൈനാമിക് ലിങ്ക്ഡ് ക്ലിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എഡിറ്റ് ഒറിജിനൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആവും. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫയൽസും ഒന്നും മിക്കവാറും യൂസ് ചെയ്യാറില്ല. സോ യൂസ് ചെയ്യാത്ത ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എഡിറ്റിൽ റിമൂവ് അൺയൂസ്ഡ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തോളും. ആൻഡ് അതുപോലെ ഒന്നിൽ കൂടുതൽ ഫയൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിൽ കൺസോൾഡേറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ പ്രീമിയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഡിലീറ്റ് ചെയ്തോളും. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മെമ്മറി ഫ്രീ അപ്പ് ചെയ്യാനും നമ്മുടെ പ്രൊജക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും കഴിയും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമുക്ക് പ്രീമിയറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ മാക്സിമം റാം പ്രീമിയറിന് കൊടുത്ത പോലെ നമുക്ക് മാക്സിമം CPU പവറും പ്രീമിയറിലേക്ക് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പ്രീമിയർ പ്രോ കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രീമിയർ പ്രോയിൽ റൈറ്റ് ക്ലിക്ക് ഗോ ടു ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. സോ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം കാണാം. ഇവിടെ നമുക്ക് പ്രീമിയറിൽ റൈറ്റ് ക്ലിക്ക് സെറ്റ് പ്രയോറിറ്റി സെലക്ട് ചെയ്യാം.
ഇവിടെ നോർമലാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എബോവ് നോർമലുണ്ട്, ഹൈ ഉണ്ട്, റിയൽ ടൈം ഉണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം സ്ലോ ആവും. ബട്ട് പ്രീമിയറിൻ്റെ പെർഫോമൻസ് കൂടും, കാരണം കൂടുതൽ CPU പവർ നമ്മൾ പ്രീമിയറിനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ യൂഷ്വലി നോർമലാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുക. അതിൻ്റെ റെൻഡർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സ്ലോ ആണ്. പ്ലേ ബാക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എബോവ് നോർമലോ ഹൈയോ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ 12 കാര്യങ്ങളും നിങ്ങൾക്ക് 100% റിസൾട്ട് കാരണമെന്നില്ല. ഒരു പരിധി വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്മൂത്തർ പ്ലേ ബാക്കും ഹൈ സ്പീഡ് റെൻഡറിങ്ങും എല്ലാം സിസ്റ്റം സ്പെസിഫിക്കേഷനിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ പറ്റുമെങ്കിൽ നിങ്ങൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലോവർ വേർഷൻസിലുള്ള പ്രീമിയർ യൂസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഒട്ടും ലാഗില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കുണ്ട്, പ്രോക്സി എഡിറ്റിംഗ്. പ്രോക്സി എഡിറ്റിങ്ങിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ഹൈ റെസൊല്യൂഷൻ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളത് ലോ റെസൊല്യൂഷൻ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ലോ റെസൊല്യൂഷൻ വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്യും. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാറാകുമ്പോൾ നമ്മൾ തിരിച്ച് ഇത് ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, ബട്ട് ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ആൻഡ് നിങ്ങൾക്ക് പ്രോക്സി എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.